ആദ്യമായി തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഡിഫറെന്റ് സ്ട്രീമിൽ വന്ന ആൾക്കാരാണ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് എത്താനുള്ള കാരണം പറയുന്നതിന് മുമ്പ് ഇതിൽ ഒരു വാസ്തവം ഉള്ളതെന്ന് വെച്ചാൽ അധികം ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എത്തിയിട്ടുണ്ടാവുക ഒരു ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരിക്കും അല്ലേ. പല ആൾക്കാരും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചിലപ്പോൾ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്, അതേപോലെ തന്നെ ആയിരുന്നു ഞാനും. അക്കൗണ്ടിങ് ഫീൽഡായിരുന്നു, അക്കൗണ്ട്സിൽ 1 വർഷം വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ ഇടയ്ക്ക് ഈ ക്യാപ്ഷൻ എഴുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഈ വർക്ക് ശരിയാവില്ല. 1 വർഷത്തോളം ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തപ്പോൾ ആകെ പ്രശ്നമായി, തലക്ക് ഭ്രാന്തായതുകൊണ്ട് എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് നമുക്ക് പറ്റുക എന്നുള്ള നമുക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കൊരു ഇത് കിട്ടുമല്ലോ, ഇതാണ് നമ്മളത് എന്നുള്ളത്. അങ്ങനെ ഇതിലേക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. എത്തിപ്പെട്ടൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ BA കോഴ്സ് BA ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു ബന്ധമില്ലാത്ത ഒരു കോഴ്സാണ്. എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു ലെവലിലോട്ട് എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കുള്ളത്. അതിൽ എൻ്റെ ആ ഒരു ടൈം പീരീഡിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ആരും അല്ലാതെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. ഓൾമോസ്റ്റ് 4 ഇയേഴ്സോളായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ ആകെ 1-2 പേര് മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ വന്ന് എത്തിപ്പെട്ട ഒരു ഫീൽഡാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് BSc Physics ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയറാണ്. അത് മാർക്കറ്റിംഗ് ആണ്, അത് സ്ട്രീമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാനൊരു നാട്ടിൽ ചെറിയൊരു കമ്പനിയിൽ സെയിൽസ് സ്റ്റാഫായിട്ട് പോയിരുന്നു, ഫീൽഡ് വർക്കിന് പോയിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ഓൺലൈനായിട്ടുള്ള കുറച്ച് പ്രൊമോഷൻസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. പിന്നെ എനിക്ക് തോന്നി ഇതായിരിക്കും ഒന്നുകൂടി ഇനി ഭാവി ഓഫ്ലൈൻ മാർക്കറ്റിനെക്കാട്ടി ചിലപ്പോൾ ഫിസിക്സ് മാർക്കറ്റിംഗ് ഭയങ്കര. എനിക്ക് തോന്നുന്നു വെച്ചാല് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഇന്നൊരു കരിയർ വേണമെന്നില്ല, ഇന്ന ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. എല്ലാ മേഖലയിലും നമുക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അവർക്ക് ഡെഡിക്കേഷൻ ആയിട്ടുള്ള പഠിക്കാനുള്ളൊരു പിന്നെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും പിടിച്ചിരിക്കണമെങ്കിൽ മാർക്കറ്റിംഗ് നിർബന്ധം. പൊതുവെ ഈ കാലിക്കറ്റ്, എറണാകുളം റീജിയനിലേക്കായിരിക്കും ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഈ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ആയിരിക്കും സെലക്ട് ചെയ്യുക ഓരോ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ. ബട്ട് ഈ കോട്ടക്കൽ പോലത്തെ സിറ്റിയിൽ എന്തുകൊണ്ടാവും സ്റ്റുഡൻസ് സ്കിൽസ് ഹബ് സെലക്ട് ചെയ്യാനുള്ള കാരണം? പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൊടുക്കുന്നതായാലും ഹാൻഡ്സ് ഓൺ പ്രൊജക്ട് വർക്ക്സ് ആണ് അല്ലേ. നമ്മൾ തിയറി ഒരു 10% 20% ഉണ്ടെങ്കിലും കൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ വർക്കിൽ തന്നെയാണ്. അത്യാവശ്യം ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആവാം പല ജില്ലയിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ട്. ഈവൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് ദിവസങ്ങൾ ഇരുന്നിട്ട് അവർക്കത് പറ്റാത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. പല കുട്ടികളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കിൽസിൽ അധികം ആളുകളും സ്റ്റുഡൻസും നമുക്ക് വരുന്നത് അവിടുത്തെ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ റഫറലാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിലും വലിയൊരു അഭിമാനം വേറല്ല. പഠിച്ചിറങ്ങിയ കുട്ടികൾ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെഫർ ചെയ്യാന്ന് പറയുമ്പോൾ, കാരണം അവർക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് കൊടുത്ത എമൗണ്ട് അല്ലെങ്കിൽ കൊടുത്ത ഫീസിലുള്ള വാല്യൂ ഞങ്ങൾക്ക് സ്കിൽസിന് കിട്ടും. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സിനും കൂടി ഇങ്ങനെ റെഫർ ചെയ്യാൻ കാരണം. അപ്പോ മാത്രമല്ല കുട്ടികൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാറുണ്ട് ഫീഡ്ബാക്ക് പറയുമ്പോൾ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ ബാക്കിയുള്ള കൊളീഗ്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ഇപ്പോൾ കാലിക്കറ്റും അല്ലെങ്കിൽ കൊച്ചി പോലുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നലുണ്ട്. മാത്രമല്ല ഇനിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. കാരണം ഇനി വരുന്ന സ്റ്റുഡൻസിനും അതേ ക്വാളിറ്റി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നൊരു റെസ്പോൺസിബിലിറ്റി അവിടെ വരണം. അപ്പൊ ആ ഫാക്ടർ കൂടി ഉണ്ട്. മാത്രമല്ല നമ്മൾ സിലബസ് കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു തിയറി അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ കുറെ സോഴ്സസ് ഇഷ്ടംപോലെ ഉണ്ട്, റിസോഴ്സസ് ഇഷ്ടംപോലെ പഠിക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അല്ലെങ്കിൽ എത്രത്തോളം വാല്യൂ കിട്ടുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു. പിന്നുള്ളത് ചില സ്റ്റുഡൻസ് പെട്ടുപോകുന്നതുണ്ട്. കുറെ മൊഡ്യൂൾസ് കണ്ടിട്ട്, അതായത് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കുന്നത് നമ്മളെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള അത്രയും സംഗതികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതന്നെ മതി. അതന്നെ അത് പഠിച്ചാൽ തന്നെ അവർക്ക് ഏത് ലെവലിലേക്ക് എത്താൻ പറ്റും. പിന്നെ
ഓൾമോസ്റ്റ് സെൽഫ് ലേണിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നില്ല. അതായത് ഫുള്ളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്യാൻ കഴിയൂല. കഴിയൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ആ കുട്ടിക്ക് ഇനി ഭാവിയിൽ സെൽഫ് ലേണിംഗ് കപ്പാസിറ്റിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ചെയ്ത് കൊടുക്കും. അപ്പൊ പിന്നെ അവിടെ നിന്നാണ് കേട്ടോ ആ സ്കില്ല് കരിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഏത് സ്റ്റുഡന്റും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഏജൻസി ബേസ്ഡ് ആണ്, അത് നോർമലി എല്ലാവരും പറയുന്ന പോലെ തന്നെ. പക്ഷെ ഏജൻസി ബേസ്ഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ട്രെയിനേഴ്സിന് മാത്രമല്ല, ഡിഫൈനിൽ വർക്ക് ചെയ്തപ്പോൾ ഡിഫൈനിൻ്റെ പാരന്റ് കമ്പനിയാണല്ലോ സ്കിൽസ് ഒക്കെ. അപ്പോൾ ഡിഫൈനിലുള്ള എംപ്ലോയീസിൻ്റെ സപ്പോർട്ടും അത്യാവശ്യം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് ടീമിൻ്റെ എന്നാണെങ്കിലും SEO ഈ ഒരു ട്രെയിനറിൻ്റെ കൂടെ ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്റേൺഷിപ്പിന്റെ സപ്പോർട്ട് നല്ല അടിപൊളിയായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേസ് മാത്രമല്ല, മറ്റു കോഴ്സസ് ആയാലും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. ക്രിയേറ്റീവ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ടും അവർക്ക് ഒരു കമ്പനിയിൽ എങ്ങനെ ജോബ് ചെയ്യണം, ഏത് രീതിയിൽ ഒരു ക്രിയേറ്റീവ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരേ നീഷല്ല, ഇവിടെ പല ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നുള്ള ക്ലയൻസ് ഉണ്ട്, ടെക്നോളജി ഫീൽഡിൽ നിന്നുള്ള ക്ലയൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ക്ലയൻസ് ഉണ്ട്, സാസ് ഫീൽഡിൽ നിന്നുണ്ട്, ഫുഡ് നിന്നുണ്ട്. അപ്പൊ പല ബിസിനസ്സുമായി ബന്ധപ്പെടുമ്പോൾ കുട്ടിക്ക് ഒരു ഐഡിയ കിട്ടും. അവരിഞ്ഞി സ്റ്റക്ക് ആവുന്നൊരു ഇത് വരുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക അവരൊക്കെ പല കാര്യങ്ങളൊക്കെ. ബട്ട് ഇപ്പം ChatGPT വന്നുകൊണ്ടൊക്കെ ഈസി ആയി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ SEOയിലും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിലൊക്കെ എഫക്ട് ചെയ്യുക? ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക് ആണ് അത്. ഏത് റീലില് കാണാം, ചില ബ്ലോഗിലൊക്കെ കാണാം. റെലവൻസി പോവുക ChatGPT ഇതുപോലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് വന്നത്. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ മീൻസ് ഇപ്പോ സീറോ ക്ലിക്കിന്റെ കാലഘട്ടമാണ്. ഗൂഗിളിലായാലും അറിയാം, ഫസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് അവർ ഫസ്റ്റ് ഓർമ്മയിൽ ഒറ്റ വേർഡിൽ ഒറ്റ സെന്റൻസിൽ ആൻസർ തരാൻ നോക്കും. സ്വാഭാവികമായിട്ടും വെബ്സൈറ്റിലോട്ടുള്ള ഒരു ട്രാഫിക് വെബ്സൈറ്റിലോട്ട് ക്ലിക്ക് അവിടെ കുറയും. അവിടെ തന്നെ കിട്ടി. അതിനും ഫർദർ ആൻസേഴ്സ് അല്ലെങ്കിൽ ഫർദർ ക്വാറീസിന് സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് പിന്നെ വെബ്സൈറ്റിലോട്ട് പോവുക. അപ്പോ ആ ഒരു ചലഞ്ച് അവിടെ മുന്നിലുണ്ട്. എന്നിരുന്നാലും കൂടി നമുക്ക് എന്ന് കരുതി നമുക്ക് SEO നിർത്തി അല്ലെങ്കിൽ SEO കഴിഞ്ഞ് പറയാനല്ല. നമുക്ക് ChatGPT വേണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളെ കണ്ടന്റ് റാങ്ക് ചെയ്യിക്കാൻ നമ്മളെ കണ്ടന്റ് റിപ്ലൈ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയെല്ലാം ബ്രാൻഡ് മെൻഷൻസ് കിട്ടും. ഈ നമുക്ക് വേണമെങ്കിൽ ChatGPT ചോദിക്കാം. ChatGPT നമ്മളൊരു ക്വസ്റ്റ്യന് ആൻസർ തന്നു, അപ്പൊ ChatGPT ചോദിക്കും എവിടെ നിന്ന് ഈ ആൻസർ കിട്ടിയത്. ChatGPT സോഴ്സ് കാണിച്ചിരും. ബേസിക്കലി ChatGPT നമ്മളെ ബ്രാൻഡിന്റെ ഇത് കാണിക്കണമെങ്കിൽ സോഴ്സ് കിട്ടി, കിട്ടിയ സോഴ്സ് എവിടുന്നാ ചോദിച്ചാൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ വേറെ ആൾ ചെയ്ത് വെച്ചായിരിക്കുമല്ലോ, അത് സെയിം ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടല്ലോ. അപ്പൊ അത്തരം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇതിന്റെ കഴിഞ്ഞു, ഇനി കാലഘട്ടം കഴിഞ്ഞു പറയാനുപരി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. കണ്ടന്റിന്റെ റെലവൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് ഹാൻഡ് കണ്ടന്റ്, ക്വാളിറ്റി കണ്ടന്റ്, ഹെൽപ്ഫുൾ കണ്ടന്റ്, ഇതിനൊക്കെ നല്ല റെലവൻസി ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും EATന്റെ കാലഘട്ടമാണല്ലോ. എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്, അതോറിറ്റി, ഈ ഫ്രെയിം വർക്ക് കീപ്പ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രസക്തി ഉണ്ട്. ഇപ്പൊ ബ്ലോഗ് ഒന്നും കുറെ എഴുതി വെച്ചിട്ട് അതിന്റെ വെറുതെ റാങ്കിങ്ങിന് വേണ്ടി ആളുകൾക്ക് ഇതിപ്പോ ആ ബ്ലോഗിന് റെലവൻസി ഉണ്ടോ, ആ ടോപ്പിന് റെലവൻസി ഉണ്ടോ, അല്ലെങ്കിൽ ആ എഴുതിയ ഓതർക്ക് റെലവൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പണ്ടൊക്കെ ChatGPT എന്തെങ്കിലും ഒരു റാങ്കിങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും ബ്ലോഗ് എഴുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട് ബ്ലോഗ് എഴുതുന്നത്, അതിൽ പോയിട്ട് എന്തെങ്കിലും പഴയ പോലെ ആ പർട്ടിക്കുലർ ഒരു ബ്ലോഗ് എഴുതണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് നല്ലൊരു ബാക്ക് ലിങ്ക് ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ മെൻഷൻസ് ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ നല്ലൊരു സാധനം കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യും, അത് നല്ലൊരു വിസിബിലിറ്റി ഹെൽപ്ഫുൾ ആവും. അപ്പോ അത്രേ ഉള്ളൂ. അതായത് എവിടെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്താൽ നമ്മളതിലൊരു പ്രൂവ് ചെയ്യാനുള്ളത്. ഞാൻ ഈ അടുത്ത് റിപ്പോർട്ട് വായിച്ചിരുന്നു. ഇപ്പം ChatGPT വന്നതോടുകൂടി നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി 40% കുറഞ്ഞു മനുഷ്യരുടെ. അപ്പോൾ അതൊക്കെ എത്രത്തോളം റെലവൻ്റ് ആയിരിക്കും? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സ്റ്റുഡൻസ് ഡൗട്ട് ആയിക്കോട്ടെ സാർ ChatGPT നോക്കിയാൽ പറയുന്നത്. ChatGPT ഒരു വളർന്നു വരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ലാസ്റ്റ് സ്റ്റേജ് മാത്രമേ പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിച്ചു. പ്രൈമറി സാധനം ഒരു ChatGPT അല്ലെങ്കിൽ ഒരു LLM പ്ലാറ്റ്ഫോം ഹ്യൂമൻ ബ്രെയിൻ അത്ര വരില്ല, കപ്പാസിറ്റി വരില്ല, പൊട്ടൻഷ്യലും വരില്ല. അത് പ്രോപ്പറായി കീപ്പ് ചെയ്താൽ മാത്രമേ എന്തെയുള്ളൂ അതൊക്കെ ഡെവലപ്മെന്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ChatGPT ഉപയോഗിക്കേണ്ടതല്ല, ഉപയോഗിക്കാം. ഈ ഒരൊറ്റ പോയിന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടന്റ് എഴുതുന്നതും ആഡ് കോപ്പി എഴുതുന്നതൊക്കെ എത്തുന്നത് ലാസ്റ്റത്തെ ആർക്കാണ്?
മനുഷ്യന് അപ്പൊ മനുഷ്യന്റെ തലയിൽ വരുന്നത് മനുഷ്യന് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതെ. അപ്പൊ ആദ്യം പ്രയോറിറ്റി എന്തായാലും ബ്രെയിനാണ് കൊടുക്കുന്നത്. പിന്നെ അത് വേണമെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ ChatGPT യൂസ് ചെയ്യാം. അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. എല്ലാ ബിസിനസിനും മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയത് മൊത്തത്തിലൊരു എല്ലായിടത്തും പ്രസൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലതാവും. എത്രത്തോളം പുഷ് ചെയ്യണം എന്നുള്ളത് ഓരോരോ ഇൻഡസ്ട്രി അനുസരിച്ചാണെന്ന് തോന്നുന്നത്. എന്താ നിങ്ങളെ ടേക്ക്? അല്ല, ഏതൊരു ബിസിനസ്സും നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രസൻസ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വെറും ഒരു സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നല്ലല്ലോ, വേറെ പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. അതിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ആയോ ബ്ലോഗായോ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അത് നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നിർബന്ധമാണ്. ഡിജിറ്റലി ഒരു ഉണ്ടാക്കിയെടുക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻസിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഏതൊരു ചെറിയ ബിസിനസ്സിന് പോലും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെയുള്ള ചെറിയ ഷോപ്പിന് വരെ എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തില്ല. അത്രക്കും സാധ്യതകൾ ഈ ഫീൽഡിലുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുണ്ട്. ഫ്ലാറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യണമെന്നോ ഒന്നല്ല പറയുന്നത്, ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു എക്സാമ്പിൾ ആണ്, ആർക്കും ഉപയോഗപ്പെടുത്താൻ, ഏതൊരു ബിസിനസ്മാനും ഉപയോഗപ്പെടുത്തുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. നമ്മളൊക്കെ എക്സ്പീരിയൻസിലുണ്ടല്ലോ. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ക്ലയന്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫാമിലിയിൽ മെമ്പറുള്ള ഒരാള് ഒരു ചെറിയ ഡോക്ടറായിട്ട് ക്ലിനിക്ക് ഇട്ടതാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ബിസിനസ് പ്രൊഫൈൽ ഉണ്ടായി കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ വ്യൂസ് ഉണ്ട്, കോൾസ് വരുന്നുണ്ട്. അതെങ്കിലും ചെയ്തിട്ടാൽ എന്ത് ചെയ്യാ, ബെനിഫിഷ്യലാണ്. അത് മനസ്സിലാക്കണില്ല പലരും. ഓക്കെ, നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു കാറ്റഗറീസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരും പെട്ടെന്നൊരു ഡൗട്ട് എന്താണ്, ഇപ്പം ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ഇറങ്ങുമ്പം അവരൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊരു സൈറ്റിലാണെങ്കിൽ അവർ വർക്ക് ചെയ്യുകയാണ്. ബട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക. അവിടെ വർക്ക് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി അവരവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ചില സ്റ്റുഡൻസ് പെട്ടെന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ടായിരിക്കാം. സോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ആ സ്റ്റുഡൻസിനോട് നമുക്ക് പറയേണ്ടത്? ഏതൊരു സ്റ്റുഡൻസും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മെറ്റാഡ്സ്, പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ SEO ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീമിലോട്ടാവും നോക്കുന്നുണ്ടാവാം. എന്നാൽ അവർ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബിസിനസ് സെക്ടറിന് കൂടുതലായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്ട്രീംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ് മാത്രം ചെയ്ത് നല്ല സെയിൽസ് നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ സെയിൽസ് നടത്തുന്നവരുണ്ട്, പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് അവിടെ വരാൻ കാരണം. പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോ അവർ ഫേസ് ചെയ്തത് ചിലപ്പോ സിറ്റുവേഷൻസ് നമുക്കറിയില്ല. ആ രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സുകാരെടുത്ത് അല്ലെങ്കിൽ ഓണേഴ്സിന് എടുത്ത് എന്തെങ്കിലും ബിഹേവിയർ വൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, ചാൻസസ് ഉണ്ട്. പക്ഷെ മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുമ്പോൾ എക്സ്പോഷർ കിട്ടാനാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ എവിടെ പോയാലും ഫസ്റ്റ് എന്താണ് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള, കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു പോയിന്റാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പം ഇപ്പം ഒരു സ്റ്റുഡൻറ് ഒരു വർക്ക് സ്പേസിൽ കയറുമ്പം മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുക സാലറി ആയിരിക്കും അല്ലേ? അപ്പോൾ ആസ് എ ബിഗിനർ നമുക്ക് എങ്ങനെ പോലും സാലറി കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി ആയിരിക്കാം. അപ്പോൾ ഒരു സാലറിയുടെ ഒരു ക്രൈറ്റീരിയയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സാലറി ഞാനൊക്കെ പൊതുവെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്, ഫസ്റ്റ് ഒരു 6 to 1 year വരെ എന്തായാലും നിങ്ങൾ സാലറി ഫോക്കസ് ചെയ്യാതെ കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കുറേ സംഭവങ്ങൾ പഠിക്കാണ്ട്. ഇപ്പോൾ ഏതൊരു ചെറിയ കമ്പനിയാണെന്നുണ്ടെങ്കിലും വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിലും പല ആളുകളുടെ കയ്യിൽ നിന്നും അവർ പ്രോബ്ലംസ് കുറേ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിലൊക്കെ അവർ കുറേ സംഗതികൾ പഠിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ലെവലിലെത്തുമ്പം അവർ സാലറി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. വേറൊരു കമ്പനി കയറുമ്പോൾ അവർക്ക് സാലറി കൂടുതൽ കിട്ടണം എന്നുണ്ട്. അപ്പം ആ ഒരു ടൈം പീരീഡ് അവർ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യാം, ലേണിങ്സ്. അല്ലാതെ ഒരു പോയിന്റ് എത്തുമ്പോ ആ ഒരു കമ്പനി ബോർഡിന് തോന്നണം ഇയാൾക്ക് സാലറി ഹൈക്ക് ചെയ്തിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട് രീതിയിലുള്ള വർക്ക്സോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആവണം, അല്ലെങ്കിൽ ആ സ്കില്ലാവണം ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടത്. അപ്പോ ആ ഡയറക്ടർ കൊണ്ട് ആ രീതിയിൽ കൺവിൻസ് ചെയ്ത് എടുക്കേണ്ടതുള്ള ആക്ടിവിറ്റീസ് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരണം. ഏതൊരു ബിസിനസ്സോടെ ചിന്തിച്ചാലും അവർ അറ്റ് ലാസ്റ്റ് ഇയാൾക്ക് എന്തിനു കൊടുക്കണം എന്നുള്ള ചോദ്യം അവർക്ക് മുന്നിൽ ഉണ്ടാവും. എന്തുകൊണ്ട് ഇയാൾക്ക് കൂട്ടി കൊടുക്കണം? അപ്പൊ ഈ പ്രോപ്പർ രീതിയിൽ റെസ്പോണ്ട് അല്ലെങ്കിൽ ആൻസർ കൊടുക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റാണ്. ബിസിനസ്സിനോട് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിനുള്ള ഹാർഡ് വർക്ക് കമ്മിറ്റ്മെന്റ് വരണം. ഓക്കെ.